ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹോൾ വീഡിയോ ആണ്. മീഷോയിൽ ട്രൈ ആക്കിയിട്ടുള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ള അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കിയാലോ. ഫസ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കുന്ന ഒരു ഷർട്ട് ആണ് കേട്ടോ. അപ്പം ഷർട്ട്സ് എപ്പോഴും ഞാൻ ട്രൈ ആക്കുന്ന കേട്ടോ. ഒരുപാട് ഷർട്ട്സിന്റെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഷോർട്സ് ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഷർട്ട്സ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഇഷ്ടമാണ് ഇടാന്. നമ്മൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ്. ഓവർ സൈസ്ഡോ അല്ലെങ്കിൽ റെഗുലർ ഫിറ്റിലൊക്കെ വരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഷർട്ട്സ് എപ്പോഴും ട്രൈ ചെയ്യും. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയാട്ടോ. ശരിക്കും ഞാനത് ഓർഡർ ചെയ്തപ്പോ അത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഒരു ക്വാളിറ്റി കാര്യങ്ങളൊന്നും അന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നല്ല ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് കയ്യിൽ കിട്ടിയപ്പോ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഇത് അടിപൊളിയാണ്. നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് കളറിൽ വന്നിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് നോർമൽ നമ്മുടെ ഷർട്ടിന്റെ ഒക്കെ പോലെ തന്നെ ആണ് വൈറ്റ് കളറിലുള്ള ബട്ടൺസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് നല്ല ഭംഗിയാട്ടോ. നല്ലൊരു ബലൂൺ സ്ലീവ്, ഈ അറ്റത്തിൽ ഇങ്ങനെ കുറച്ച് പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു സ്ലീവ് ആട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ്. ഇവിടെ ബട്ടൺസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് റെഗുലർ ഫിറ്റിലുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഒരു XXL സൈസ് ആണ് ചൂസ് ചെയ്തത്. അപ്പൊ റെഗുലർ ഫിറ്റിൽ വരുമ്പോൾ XXL ആയിട്ടുള്ള സൈസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ആ ഒരു ലൂസ് ഫിറ്റിൽ കിട്ടും. അപ്പൊ ഞാൻ ഇതിന്റെ സൈസ് എടുത്തത് XXL ആട്ടോ. ഇതിന്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് XXL ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ലൂസ് ഫിറ്റിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നോർമൽ സൈസിനേക്കാളും ഒന്നോ രണ്ടോ അപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു ലൂസ് ഫിറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് XXL എടുത്തത്. സാധാരണ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് ഒക്കെ ആണെങ്കിൽ നോർമൽ എന്റെ മീഡിയം സൈസ് ആണ് ഞാൻ ചൂസ് ചെയ്യാറ് കേട്ടോ. അപ്പൊ ഇതുപോലെ റെഗുലർ ഫിറ്റിൽ വരുന്ന ഷർട്ട്സ് ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ സൈസ് അപ്പ് എടുക്കും. അപ്പൊ നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ അതുപോലെ നോക്കി ചൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ശരിക്കും നല്ല അടിപൊളിയാട്ടോ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 380 രൂപയുള്ളൂ കേട്ടോ. ആ ഒരു പ്രൈസിന് ഭയങ്കര ബർത്ത് ആണ്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആട്ടോ നമുക്ക് വെയർ ചെയ്യാൻ. അങ്ങനത്തെ നല്ലൊരു മെറ്റീരിയലും കൂടിയാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതിൽ വേറെ കളേഴ്സ് ഒന്നും കാണുന്നില്ല. ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന 2 ഷോർട്ട് കുർത്തീസ് ആട്ടോ. നമുക്ക് കോളേജിലേക്കും ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 ഷോർട്ട് കുർത്തീസ് ആണ്. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. നമുക്ക് ഇതുപോലെ കേട്ടോ അത് വന്നിട്ടുള്ളത്. ഇങ്ങനെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു വി നെക്കില് ഇങ്ങനെ റൗണ്ട് വന്നിട്ട് അതൊരു വി നെക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് സ്ലീവ്സ് ഒക്കെ നോർമൽ സ്ലീവ്സ് ആണ് കേട്ടോ. അതുപോലെ അതിന്റെ സൈഡില് 2 സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു സ്ലിറ്റ് വരുന്നുണ്ട്. ഒരു നോർമൽ ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 211 രൂപയുള്ളൂ കേട്ടോ. ആ ഒരു പ്രൈസിന് നമുക്കിത് വേർത്താണ്. കാരണം അത്ര പ്രൈസ് അല്ലേ വരുന്നുള്ളൂ. അപ്പൊ നമുക്കിത് ഒരു കാഷ്വൽ വെയർ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരു ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള. ഞാൻ ഇതിന്റെ സൈസ് ചൂസ് ചെയ്ത ലാർജ് ആണ്. ലാർജ് എനിക്ക് ആ ഒരു നല്ലൊരു കറക്റ്റ് ഫിറ്റിലാട്ടോ വന്നിട്ടുള്ളത്. ഒരു സൈസ് അപ്പ് എടുക്കുക നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ. അപ്പൊ നല്ലൊരു കുറച്ച് ലൂസ് ഫിറ്റിൽ വരും. അങ്ങനെ ആവുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഷോർട്ട് കുർത്തി വന്നിട്ട്. അപ്പൊ നെക്സ്റ്റ് കാണാം. അപ്പൊ അടുത്ത ഷോർട്ട് കുർത്തി വന്നിട്ട് നല്ലൊരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പൊ നമുക്കിത് സെയിം അല്ല. ഇതിന്റെ മെറ്റീരിയൽ ഒരു റയോൺ മെറ്റീരിയൽ ആട്ടോ. നല്ലൊരു റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോർട്ട് കുർത്തി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് അതിനേക്കാളും നല്ല ഭംഗിയായിട്ടും നല്ല അടിപൊളിയായിട്ട് തോന്നിയത് കേട്ടോ. അത് വന്നിട്ട് ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഇതുപോലെ ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളറിലുള്ള ലേസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതുപോലെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ഇതിന്റെ കോളർ വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ. ഇതിന്റെ കോളർ ഒരു വി നെക്കിൽ വന്നിട്ട്, പിന്നെ അതുപോലെ ഇതിന്റെ സ്ലീവ്സ് ഇതുപോലെയാണ് കേട്ടോ. സ്ലീവ്സ് അറ്റത്ത് ഈ ഒരു വൈറ്റ് ലേസ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ്സിന്റെ. പിന്നെ നമുക്കിത് സൈഡില് സ്ലിറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സൈഡിൽ സ്ലിറ്റ് വരുന്നില്ല. ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ ചെറുതായിട്ട് ഇവിടെ ഒരു സ്ലിറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ അത് സൈഡിൽ സ്ലിറ്റ്. അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം. നല്ല ലൂസ് ഫിറ്റിലുള്ള ഒരു ജീൻസിന്റെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തി കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 269 ആണ് കേട്ടോ. 269 രൂപയുള്ളൂ. അപ്പൊ ആ ഒരു പ്രൈസിന് ഓക്കെ ആണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിന്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് ലാർജ് ആണ് കേട്ടോ.
ലാർജ് ആണ് സൈസ് ചൂസ് ചെയ്തത്. ലാർജ് നല്ല ഒരു ഫിറ്റിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഷോർട്ട് കുർത്തി വന്നിട്ട്. അപ്പൊ അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു വൈറ്റ് ടോപ്പാണ് കേട്ടോ, ഒരു വൈറ്റ് ഷോർട്ട് ടോപ്പാണ് കേട്ടോ. ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ട്. ഇത് വന്നിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള മാക്സി ഡ്രസ്സസ് ഒക്കെ ഉണ്ടാവും, നമുക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നമുക്കത് അതിന് സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് ഇടാനൊരു മടിയായിരിക്കും. അപ്പൊ ഇതുപോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള മാക്സി ഡ്രസ്സസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്തിടുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ തോന്നില്ല, അതിന്റെ സ്ലീവ്സ് അത്ര ഭംഗിയിൽ വന്നില്ല, അങ്ങനെയൊക്കെ തോന്നിട്ടോ. പക്ഷെ ഇത് നല്ലൊരു ലൂസ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു സ്ലീവ് ആണ്. അപ്പൊ ഇത് നമുക്ക് മാക്സി സ്ലീവ്ലെസ് ആയിട്ടുള്ള മാക്സി ഡ്രസ്സിന്റെ കൂടെ ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ, കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. നമ്മൾ ശരിക്കും ആ ഒരു മാക്സി ഡ്രസ്സിന് നല്ലൊരു ലുക്ക് കിട്ടും. ഇത് വന്നിട്ട് വൈറ്റ് കളറിലും ഒരു ബ്ലാക്ക് കളറും കൂടി അവൈലബിൾ ആട്ടോ. ഇങ്ങനത്തെ ഒരു വൈറ്റും ബ്ലാക്കും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് മാക്സി ഡ്രസ്സും നമുക്ക് നല്ല ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പൊ സ്ലീവ്ലെസ് ആയതുകൊണ്ട് മാക്സി ഡ്രസ്സസ് സ്ലീവ്ലെസ് ആയിട്ടുള്ള മാക്സി ഡ്രസ്സ് ഇടായിരിക്കൊന്നും വേണ്ട, നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതിന്റെ സ്ലീവ് അല്ലാന്നൊന്നും നമുക്ക് തോന്നില്ല, നല്ല അടിപൊളിയായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 369 രൂപയാണ് തോന്നുന്നു കേട്ടോ. ആ ഒരു പ്രൈസേ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളത്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ ഒരു ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് അതല്ലാതെ നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ ഒരു ടോപ്പായിട്ടും കൂടി വെയർ ചെയ്യാം കേട്ടോ. അങ്ങനെയും കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാന്. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ. ഇതിന്റെ സ്ലീവ്സ് ഇതാ ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഇതിന്റെ അറ്റത്ത് ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഫുൾ സ്ലീവ്സിൽ വന്നിട്ട് നല്ല ഇലാസ്റ്റിക് വന്നിട്ടാണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ്ഡ് ആയിട്ട് ഒരു ഡിസൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല കുറച്ച് ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഇതിന്റെ സൈസ് ചൂസ് ചെയ്തത് എക്സൽ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ സൈസ് ഇതിൽ കാണുന്നില്ല, എക്സൽ ആണെന്ന് തോന്നുന്നു സൈസ് ചൂസ് ചെയ്തത്. അപ്പം എക്സൽ അത്യാവശ്യം കുറച്ച് നല്ലൊരു ലൂസ് ഫിറ്റിൽ കിട്ടും. അപ്പൊ നമുക്കിത് മാക്സി ഡ്രസ്സിന്റെ കൂടെ ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ഭംഗിയിൽ വൃത്തിയിൽ കിടക്കും കേട്ടോ. അപ്പൊ നമുക്കിത് ടോപ്പായിട്ടും വെയർ ചെയ്യാം, അതല്ല ഇന്നറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു വൈറ്റും ബ്ലാക്കും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഏത് മാക്സി ഡ്രസ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കിയാലോ. അപ്പൊ ഞാൻ അടുത്തായിട്ട് കാണിച്ചിരുന്നത് ഒരു അബായയാണ് കേട്ടോ. ഇപ്പൊ നമ്മളെ പിൻട്രസ്റ്റിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പിൻട്രസ്റ്റ് വൈബിൽ വരുന്ന ഒരു അബായയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അബായയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് പറയാം കേട്ടോ. നമ്മള് പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബോ ടൈപ്പിൽ വന്നിട്ടുള്ള അബായ. നിങ്ങൾ പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു അബായയാണ് കേട്ടോ. പിൻട്രസ്റ്റിൽ എവിടെ നോക്കിയാലും കാണാം ഈ ഒരു ടൈപ്പ് ഓഫ് അബായ, പിൻട്രസ്റ്റി ബോ ടൈപ്പിലെ അബായ കേട്ടോ. ഈ ഒരു പിങ്ക് കളറിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ടിട്ട് കാണാൻ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബോധ നല്ല ഒരു ത്രെഡില് കൊടുത്തിട്ടുള്ള ഒരു ബോയാണ്. ഇത് ഫുൾ ആ ഒരു ബോ വരുന്നുണ്ട് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ നെക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെ വി ഷേപ്പിൽ വന്നിട്ടുള്ള നെക്കാണ്. അതിൽ ആ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ആ ഒരു പിങ്ക് കളറിൽ ഫുള്ള് വന്നിട്ട് ഈ അറ്റത്ത് ചെറുതായിട്ടൊരു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ സ്ലീവ് വന്നിട്ട് നല്ല ലൂസ് ഫിറ്റിൽ വന്നിട്ടുള്ള സ്ലീവ് ആണ്. ഇത് അങ്ങനെയാണ് കേട്ടോ സ്ലീവ്സ് വന്നിട്ട്. ഇതിന്റെ അറ്റത്ത് ഇതേപോലെ ആ ഒരു ഡിസൈനിങ് വരുന്നത് നല്ലൊരു പിങ്ക് കളറിൽ വന്നിട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാന്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ഒന്നും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് അബായ നിങ്ങൾക്ക് ട്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കട്ടോ. പിന്നെ ഇതിലൊരു നെഗറ്റീവ് ആയിട്ട് ഞാൻ പറയുന്നത് ഇതിന്റെ ഹിജാബ് ആയിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ, നല്ല നൈസ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, അതുപോലെ ലെങ്ത്തും കുറവാട്ടോ. നോർമൽ ആയിട്ടുള്ള ലെങ്ത് ഒന്നും വരുന്നില്ല. ഇത് നമുക്കിത് റോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. തലയിൽ നിൽക്കുക പോലും ഇല്ല എന്നാണ് ഞാൻ ചുറ്റി നോക്കി, അങ്ങനെ വൃത്തിയിലൊന്നും നിൽക്കില്ല. അപ്പൊ ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ഹിജാബാണ്. അത്ര സുഖമില്ല കേട്ടോ ഹിജാബിന്റെ അറ്റത്ത് ഇതുപോലെ ഇതിന്റെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പിങ്ക് കളറിൽ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും ജേഴ്സി ഹിജാബ്സ് ആണല്ലോ അധികം എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ബ്ലാക്ക് കളറുള്ള ജേഴ്സി ഹിജാബ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഹിജാബ് വേണം നിർബന്ധമില്ല, ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പിൻട്രസ്റ്റ് അബായ ട്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ആക്കാം. ഈ ഒരു ഹിജാബ് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഒരു നെഗറ്റീവ് ഉള്ളൂ. ബാക്കി അബായ അടിപൊളിയാണ്, നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതിന്റെ പ്രൈസ് വന്നിട്ട് 694 ആണ്, 694 രൂപയുള്ളൂ. ഇപ്പം അതിലും കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വാങ്ങിക്കുമ്പോൾ 694 രൂപയാണ്, ഇപ്പൊ അതിലും കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് സൈസ് ഫ്രീ സൈസ് ആണ്, അതുകൊണ്ട് സൈസിൽ കൺഫ്യൂഷൻ ഒന്നും വരില്ല. അപ്പൊ ഇതാണ് അബായ, ഇൻട്രസ്റ്റ് അബായ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത കണ്ടാലോ. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഇപ്പം നമ്മളെ ട്രെൻഡിങ് ആയിട്ടുള്ള ജേഴ്സി ഹിജാബ് ആണ് കേട്ടോ. മീഷോയിലും ജേഴ്സി ഹിജാബ് അവൈലബിൾ ആണ് കേട്ടോ.
അപ്പൊ മീഷോന്ന് ഞാൻ ട്രൈ ആക്കിയിട്ടുള്ള 2 ജേഴ്സി ഹിജാബ്സ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ക്രീം കളറിൽ വന്നിട്ടുള്ള ഒരു ജേഴ്സി ഹിജാബ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടോ, ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അതിന്റെ വേറൊരു കളർ കൂടെ ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ. പക്ഷെ ഈ പിക്ചറിൽ കണ്ടപ്പോ വേറൊരു ബ്ലൂ ആയിരുന്നു, അപ്പൊ കിട്ടിയപ്പോ കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ബ്ലൂ ആയിപ്പോയി കേട്ടോ. ഈ ഒരു ബ്ലൂ ആണേ, എനിക്ക് അത്രയ്ക്ക് അങ്ങനത്തെ കളർ ഇഷ്ടപ്പെട്ടില്ല. പിക്ചറിൽ കണ്ടപ്പം വേറൊരു നല്ലൊരു നേവി വേറൊരു ബ്ലൂ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ബ്ലൂ കളർ വന്നിട്ട് ഇതൊരു ക്രീം കളർ. ഇത് രണ്ടുമാണ് ഹിജാബ്. ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. പിന്നെ അതിൽ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ലെങ്ത്തിന്റെ കാര്യത്തിലാട്ടോ എനിക്കൊരു ഇത് തോന്നിയിട്ടുള്ളത്. നമ്മള് നോർമൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു ജേഴ്സി ഹിജാബാണ് കേട്ടോ. അതൊരു ഇൻസ്റ്റാഗ്രാം പേജിലാണ് ട്രൈ ആക്കിയിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ലെങ്ത് എനിക്ക് കുറവായിട്ടാട്ടോ തോന്നിയിട്ടുള്ളത്. ബാക്കിയൊക്കെ അതർവൈസ് ഓക്കെ ആണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഹിജാബ്. ഇതിന്റെ വേറെയും ഒരുപാട് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കട്ടോ, ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത് നോക്കിയാലോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഡ്രസ് നോക്കാം. ലാസ്റ്റ് വന്നിട്ട് ഞാൻ കാണിച്ചിരുന്ന നല്ലൊരു പിങ്ക് കളറിൽ വന്നിട്ടുള്ള ഒരു മാക്സി ഡ്രസ് ആണ് കേട്ടോ. ഇത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാക്സി ഡ്രസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാന്, നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു സോളിഡ് പിങ്ക് കളറിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു മാക്സി ഡ്രസ് ആട്ടോ. പിന്നെ ഫ്രണ്ടില് ഇതേപോലെ ഇങ്ങനെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. സെയിം ആ ഒരു ബാക്കിലും അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വൈറ്റ് ടോപ്പ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്ത അടിപൊളിയായിരിക്കും. അതിന്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് ലാർജ് ആണ് കേട്ടോ. ലാർജ് ആണ് സൈസ് ചൂസ് ചെയ്തത്. അപ്പം ഇതിന്റെ വേറെ ഒരു കളറുണ്ട്, ഒരു ബ്ലൂ കളർ കൂടെ അവൈലബിൾ ആട്ടോ. ഈ സെയിം ഒരു സോളിഡ് ബ്ലൂ കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു പിങ്ക് കളറിൽ നല്ല ഒരു ഫ്ലോയി ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ് ആട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മൾ സാധാരണ മാക്സി ഡ്രസ് നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ല ഒരു അലാസ്റ്റിക് വന്നിട്ട് ഒരു നമുക്കൊന്നും അത്ര കംഫർട്ടബിൾ ആവില്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു മാക്സി ഡ്രസ്, പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. ഇതാവുമ്പോൾ നല്ല ഫ്ലോയി ആയിട്ട് നമുക്ക് അങ്ങനെയൊന്നുമില്ല, നല്ല ലൂസ് ഫിറ്റിൽ നല്ല ഫ്ലോയി ആയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ കിടക്കും കേട്ടോ. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല. നല്ല ഭംഗിയായിട്ട് ഫുൾ ആ ഒരു ലെങ്ത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്ത്തിലൊക്കെ വന്നിട്ടുണ്ടാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 444 അങ്ങനെ എന്തോ കേട്ടോ. ആ ഒരു പ്രൈസിനാട്ടോ ഞാനിത് വാങ്ങിച്ചത്. 434 രൂപയാട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട്. ആ ഒരു പ്രൈസിന് അടിപൊളിയാണ്, നല്ല വേർത്താണ്. 434 രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ലീവ്ലെസ് മാക്സി ഡ്രസ് ആണിത്. ആ ഒരു പ്രൈസിന് നമുക്ക് നല്ല മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. പിന്നെ ബ്ലൂ കളറും കൂടി ഉണ്ട്, അതും ഈ സെയിം ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയായിട്ടുള്ള ഒരു മാക്സി ഡ്രസ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഞാൻ ഇതിൽ കാണിച്ച ഡ്രസ്സസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ വീഡിയോസിന്റെ താഴെ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.